Hey, hello guys, welcome back to my channel. It's me, Ready Go ST. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ മറ്റേ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ നമ്മുടെ ബ്രോ പറഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ 50 പുഷപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എന്തായാലും വീഡിയോയുടെ എൻ്റെ ആകുമ്പോൾ 50 പുഷപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ കണ്ടന്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് 50 പുഷപ്പും കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 അല്ല 1ൻ്റെ സെക്കൻഡ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അന്ന് കിട്ടിയ ലെവൽസ് എല്ലാം ഞാൻ വേറെ കുറച്ച് കളിച്ചായിരുന്നു. ലാസ്റ്റ് നമ്മൾ കളിച്ചതിൻ്റെ തോന്നലനുസരിച്ച് ഇതാണെന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് ഗൈസ്. അപ്പോൾ എപ്പോഴത്തേം പോലെ വണ്ടി വളച്ചിടുക, എന്നിട്ട് ഇതിങ്ങനെ ഇടിച്ച് വണ്ടി പതുക്കെ വളയ്ക്കും. വീണ്ടും ഇടിച്ചേ, ഇനി ഇടിച്ചാൽ ഞാൻ ഈ വണ്ടീനെ പിടിച്ചിടിക്കും. ഇനി ഇടിച്ചാൽ ഞാൻ ഈ വണ്ടീനെ പിടിച്ചിടിക്കും. ഇങ്ങനെയൊക്കെയുണ്ടല്ലോ നമ്മൾ പതുക്കെ വണ്ടി എടുക്കുന്നുണ്ട്. പതുക്കെ സ്പീഡിൽ പോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞവണ ഞാൻ നിർത്തി വന്നിട്ട് ഞാൻ മോയായത്. അപ്പം ഇത്തവണ മോയ ആവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ കഴിഞ്ഞവണ ഇവിടെ ഒരു കാറുണ്ടായില്ലേ, ഇത് വളരെ മോശം കേട്ടോ. ഇതെങ്ങോട്ടേക്കാ തിരിക്കേണ്ട സത്യം പറഞ്ഞ വണ്ടി. യെസ് ഒരു കുറച്ചും കൂടി സ്ട്രിക്റ്റ്. ഇത് മതി ഗൈസ്. ഇനി പതുക്കെ പുറകിലേക്ക് ആ വണ്ടിയുടെ കോലം നോക്കി പൊറോട്ട മാവ് അടിച്ച മാതിരി ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് ലെവൽ അക്സെപ്റ്റ് ദി ചാലഞ്ച്. അപ്പോൾ നെക്സ്റ്റ് ലെവലിൽ ഇത് വണ്ടി മുളക് പോണില്ല. പോണ്ട് പതുക്കെ പോണ്ട്. ഓക്കെ അപ്പോൾ പതുക്കെ പോയാൽ മതി. നമുക്കെന്ത് ഇത് ട്രെയിലർ ഡാമേജ് ഇട്ടാ ഇതൊക്കെ ആരാ നോക്കാൻ പോണേ. ഇത് മതി. ഞാനിപ്പോൾ ശരിക്കും വണ്ടി ഓടിക്കണ ഒരു ഫീലായി എനിക്ക് കിട്ടണേ. പക്ഷെ എനിക്ക് ലൈസൻസ് ഇല്ല വണ്ടി ഓടിക്കാൻ. പോയില്ല ട്രെയിലർ. ഞാൻ ഇങ്ങനത്തെ എങ്ങാനും കളിച്ചോളാം വണ്ടീനെയൊക്കെ കൊണ്ട്. അപ്പോൾ ഈ ഗൈസ്, ഞാൻ ആ വണ്ടി അവിടെ എത്തിക്കണേക്ക് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കേണ്ട. പിന്നെ നമ്മുടെ ഈ വെക്കേഷന് മുമ്പ് എങ്ങനെയെങ്കിലും നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്കും സബ്സ്ക്രൈബും അടിച്ച് സഹായിക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് 486 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ 500 ആക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കാണാം. അപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാം. ഇത് നമ്മൾ ഇനി മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. മറ്റേ ഇന്ത്യൻ ബൈക്കിലേക്ക് പോയി നേരെ. എന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. യെസ്, അടുത്തത് തക്കാളി പൊരിക്കാൻ. ഇനി അവിടെ കൊണ്ടുവന്ന വണ്ടി വെക്കണം. നൈസായിട്ടൊന്ന് ഒതുക്കാം. നമ്മൾ പിന്നെ പെർഫെക്റ്റ് ഡ്രൈവർ ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും പറ്റൂല വണ്ടിക്ക്. കാരണം ഗൈസ്, നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ഡ്രൈവറാണ്. തള്ളി മറിക്കണണ്ട കള്ളൻ. പെർഫെക്റ്റ് ഡ്രൈവർ കണ്ടോ വണ്ടിക്ക് മുമ്പ് ഒരു കുഴപ്പം പോലും വന്നില്ല. തള്ളുമ്പോ കുറച്ച് മയത്തി തള്ളണ്ടേടാ. ഇതെന്തോന്ന് പരിവോ? എന്തുകൊണ്ടാ? നമ്മൾ പെർഫെക്റ്റ് ഡ്രൈവർ ആയതുകൊണ്ട്. അത്രേ ഉള്ളൂ. കണ്ടാ നമ്മളത്രേ ഉള്ളൂ. കഴിഞ്ഞു. എടാ, ആദ്യം കളിച്ചപ്പോ ഇത് കുറെ നേരം സമയം പിടിച്ചിട്ടല്ലേടാ നീ കളിച്ച്. അപ്പൊ നീ അവിടെ മിണ്ടാതിരിക്കട്ടാ. നമ്മളത്രേ ഉള്ളൂ. കഴിഞ്ഞു. അടുത്ത
വണ്ടി റിവേഴ്സിലേക്കല്ലേ എടുക്കാൻ പറഞ്ഞു. എടുത്തില്ല, ഭാഗ്യത്തിന് എടുത്തില്ല. എടാ എനിക്ക് ഒട്ടും ഭാഗ്യമില്ല, അതുകൊണ്ട് ഇടിച്ചേ. വണ്ടിയുടെ ഫ്രണ്ട് നോക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തിരിച്ചെടുക്കേണ്ട ഗൈസ്. ഞാൻ പെർഫെക്റ്റ് ഡ്രൈവറിനെ. ഭാഗ്യം, നീ സത്യം പറഞ്ഞല്ലേ എന്റെ ദൈവമേ. ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞു. വണ്ടിക്ക് ഇൻഡിക്കേറ്റർ ഇല്ല. അതേ പോയായിരുന്നു. ഇപ്പം അമ്പലിച്ചുള്ള നമ്മള് പതുക്കെ വെക്കണം. ഞാൻ പോണു. എനിക്ക് പറ്റൂല. ഓനോ എന്തായിരുന്നത്? എനിക്ക് പറ്റൂല. ഞാൻ സിംഗിൾ പ്ലെയർ കളിക്കാൻ പോകണം. സിംഗിൾ പ്ലെയറിൽ ഏത് കളിക്കും? നമുക്ക് മൗണ്ടൈനാ ഡെസേർട്ടാ എടുക്കണം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ പോണേക്ക് മുമ്പ് ഞാനൊരു കാര്യം, ചെറിയ വീഡിയോ ആണോ എന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ട്. അപ്പോൾ പോണേക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറുടെ ആദ്യമായിട്ടൊരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം. പിന്നെ ഈ സിറ്റി ഹൈവേ ഡെസേർട്ട് മൗണ്ടെയിൻ റേസിംഗ് സിറ്റി 2 ഓഫ് റോഡ് ഹോം, ഇതിലേതാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കളിക്കേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ 50 പുഷപ്പ് ഞാൻ ഇപ്പം തന്നെ എടുക്കാം. എൻ്റെ കമൻറ്റർ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതാണ്. കണ്ട 50 പുഷപ്പ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷിലാണ് ഇട്ടേക്കണേ, ഞാൻ വെറുതെ വായിച്ചു. ചെയ്യുകയാണെങ്കിൽ മദറിൻ്റെയും ഫോണിൽ നിന്നും ഡാഡീൻ്റെ ഫോണിൽ നിന്നും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാം. നിങ്ങൾ തന്നെ എണ്ണിക്കോ എൻ്റെ പുഷപ്പ് കറക്റ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 8 ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ചെയ്യാം. 8 9 10 11 12 13 14 15 16 17 18 19 20. ഇല്ല, ഞാൻ പവർ 18 അല്ലേ? 18 23 20 21 22 23 24. അതെ, എന്താ നോക്കണേ? ഇത്രയും നേരം എസ്ജെയുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയി ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എണ്ണി തന്നില്ലേ? ബാക്കി നിങ്ങൾക്ക് എണ്ണിയാൽ എന്താ കുഴപ്പം? ഒന്ന് എണ്ണി നോക്കുന്നേ, കണക്ക് നല്ലയില്ലേ അല്ലേ? അപ്പൊ ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ, അല്ലാണ്ട് എഡിറ്റ് ചെയ്യൂല ഞാൻ കേട്ടാ. ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്. എസ്ജെക്ക് ഒരു 500 സബ്സ്ക്രൈബേഴ്സ് അടുപ്പിച്ചു കൊടുക്കുന്നേ. 24 25 26 27 28 29 30 13 0 ഇനി 40 50 30 31 32 33 34 35 35 36 37 38 39 40. കമന്നറിന് വല്ല 10 പറഞ്ഞുകൂടായിരുന്ന. ഇനി ഇടുമ്പോ പാടുള്ളത് തരരുത്. ഞാൻ ബാക്കി 10 കൂടി ചെയ്തോളാം. പ്ലീസ്, ബാക്കി തരരുത് പ്ലീസ്, താങ്ങില്ല. പിന്നെ നല്ല വല്ല ഗെയിമിങ്ങിൻ്റെ കണ്ടന്റ് പറയണം. എൻ്റെ ഫോണിൽ താങ്ങുമെങ്കിൽ ഞാൻ കയറ്റി കളിക്കാം. പിന്നീട് നല്ല GB കൂടിയ ഗെയിമൊന്നും പറയരുത്, PC ഗെയിംസും പറയരുത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. 40 41 42 43 44 45 46 47 48 49 50. അപ്പം ഡാഡിയുടെ ഫോണിൽ നിന്നും മമ്മയുടെ ഫോണിൽ നിന്നും സബ്സ്ക്രൈബ് ചെയ്തോ. ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ.
ഇതൊരു ചെറിയ വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വെക്കേഷന് മുമ്പ്, അല്ലെങ്കിൽ വെക്കേഷനാകുമ്പോഴത്തേക്കും വെക്കേഷൻ തീരാ എങ്ങനെയെങ്കിലും ഒന്ന് 500 സബ്സ്ക്രൈബ് ആക്കി തന്നെ ഗൈസ്, പ്ലീസ്. അത്രേ ഉള്ളൂ വീഡിയോ. അതുവരെയും ബൈ.